തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയാ പിഴവിനെ തുടർന്ന് നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സംഭവത്തിൽ വീഴ്ച സമ്മതിക്കുകയാണ് ഡോക്ടർ രോഗിയുടെ ബന്ധുവുമായി സംസാരിക്കുന്ന ശബ്ദരേഖ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. കേൾക്കാം. ഇതിനകത്ത് ഒരു എക്സ്റേ ഇപ്പൊ എടുത്തപ്പോ ഒരു ഗൈഡ് വയർ പോലെ സാധനം അകത്ത് കിടപ്പുണ്ട്. ഗൈഡ് വയർ എന്ന് വെച്ചാൽ ചെറിയൊരു ത്രെഡ് പോലെ സാധനം ഇട്ടിട്ട് അതിന്റെ പുറത്ത് വീട്ടുന്നത്. അത് എവിടുന്ന ഇട്ടെന്ന് അപ്പൊ അതെല്ലാം ചെക്ക് ചെയ്ത് വന്നപ്പോൾ ICUവിൽ ഇങ്ങനെ ഒരു മറ്റേ സെൻട്രൽ വെയിൻ ഇട്ടതായിട്ട് കാണുന്നുണ്ട്. ICU കിടന്ന സമയത്ത് ഇതിന്റെ നഷ്ടം നമുക്കാണല്ലോ, നമുക്കല്ലേ പ്രശ്നം. മനസ്സിലായി. നിങ്ങളെ ഒരു പറ്റിയൊരു അബദ്ധം വലിയൊരു ഞാനല്ല, എനിക്കിതിനെ കുറിച്ച് അറിവില്ല. ഞാൻ ഇടുന്ന സാധനമല്ല, നമ്മുടെ കാര്യമല്ല, ഇതാണ് ഇട്ടത്. നമ്മുടെ ഇതില് കിടന്നുകൊണ്ടാണ് ഞാനത് ഒക്കെ പറയുന്നത്. അവിടെ നിന്ന് സംസാരിച്ച് എന്താണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് അതാണ് നല്ലത്. ഇത് എടുക്കാൻ പറ്റും, പക്ഷെ അത് ബുദ്ധിമുട്ടാവും അല്ലേ? അല്ല, എടുക്കാൻ പറ്റുമെന്ന് വെച്ചാല് പണ്ടൊക്കെ എടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അവർ പറയുന്നത് അത് പിന്നെ ഇത് അപകടമില്ലാത്തൊരു സ്ഥലത്തും സ്റ്റേബിളായിട്ട് സ്ഥലത്തുമാണെങ്കിൽ വെറുതെ വിട്ടാൽ മതി, ഒന്നും ചെയ്യേണ്ടെന്നാണ് അവർ പറയുന്നത്. ഞാൻ എക്സ്റേ തന്നെ കാണിച്ചപ്പോൾ ഞാൻ സാധാരണ അനസ്തേഷ്യയിലെ ഈ IV ലൈൻ സെൻട്രൽ വെയിനായിട്ട് ഇടുന്നതാണ്. അപ്പൊ ഞാനപ്പോൾ അവര് വിളിച്ചപ്പോൾ അവര് പിന്നെ ചെക്ക് ചെയ്തപ്പം അവരങ്ങനെ അവരുടെ റെക്കോർഡ്സ് അങ്ങനെ ഒരു വ്യക്തമായിട്ട് കാണുന്നില്ല. അറിഞ്ഞുകൂടെ അവരൊക്കെ എഴുതാത്താണോ പറ്റുക. അപ്പൊ അത് കഴിഞ്ഞ് നോക്കി നോക്കുമ്പോൾ ഈ സെൻട്രൽ വെയിൻ, അതായത് ഈ മറ്റേ എന്താ തുടയുടെ ഭാഗത്തുനിന്ന് ഒരു ഇതായിട്ടിടണം ഒരു ICUവിൽ ലൈൻ കിട്ടാതെ വന്നപ്പോഴും അത് മാത്രമാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് അപ്പോഴാണെന്ന പക്ഷേ ഈ സംഭവം നല്ല നീളമുള്ളൊരു വയറാണ്. ഒന്നുകിൽ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പൊ നമുക്കാണ് പ്രശ്നം. രണ്ടാമത് ഇത് നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം? ഡോക്ടേഴ്സിനാണോ എല്ലാവർക്കും പ്രശ്നം? എല്ലാം ചെക്ക് ചെയ്യേണ്ടി വരും. എല്ലാം ചെക്ക് ചെയ്ത് എവിടുന്നാണ് പറ്റിയെന്ന് ഇത് നോക്കി എല്ലാ സാധനം നോക്കിയിട്ട് എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചാലെങ്കിലും ആരാണ് ചെയ്തത് അവരാണ് കുറ്റക്കാരൻ അല്ലേ? ഇത് മെയിൻ ഉത്തരവാദിത്വം ആരായിരുന്നു അന്ന് ഹോസ്പിറ്റലില്? സംശയമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ചെയ്തപ്പോ ഹോസ്പിറ്റൽ ഉത്തരവാദിത്വം എടുത്തല്ലേ വെച്ചോളൂ. ബന്ധമില്ല. എനിക്ക് സത്യമായി എനിക്ക് ബന്ധമൊന്നുമില്ല. എന്റെ യൂണിറ്റിലായിരുന്നു ഡ്യൂട്ടി ഉള്ളതാണ് ഇട്ടത്. അമൽ തെനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ടുണ്ട്. അമൽ, ഇന്നലെയാണ് ഈ വാർത്ത അമൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. ദേഹത്ത് ശരീരത്തിനുള്ളിൽ ഒട്ടിപ്പിടിച്ച നിലയിലായിരിക്കുന്നു ഈ ട്യൂബ് എന്ന് അവർ ഇന്നലെ പറയുന്ന കേട്ടാണ്. ഇപ്പോൾ ഡോക്ടർ പറയുന്നത് എനിക്ക് ഉത്തരവാദിത്വമില്ല എന്നാണ്, അദ്ദേഹത്തിൻ്റെ യൂണിറ്റിൽ നടന്നു എന്നാണ്. പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ ഇത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടന്നാൽ ഇതിന് ബുദ്ധിമുട്ടുണ്ടോ എന്നൊന്നും നമുക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് കുഴപ്പമില്ല ഇരിക്കാമെന്നും പറയുന്നു. പക്ഷേ 50 സെൻറ്റിമീറ്റർ നീളമുള്ള ട്യൂബാണ്. വളരെ ഗുരുതരമായൊരു പിഴവായി തന്നെ ഇപ്പോൾ ഡോക്ടറുടെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇതെന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഏതെങ്കിലും വിധത്തിലൊരു പരിശോധനയിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുന്നുണ്ടോ? ഈ കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ദിവിഷ, ഇത് ഇന്നോ ഇന്നലെയോ നടന്ന ഒരു ശസ്ത്രക്രിയയല്ല. ഈ ശസ്ത്രക്രിയ നടന്നിട്ട് ഇപ്പോൾ കുറേ നാളുകളാകുന്നു. 2023 മാർച്ച് 22 നടന്ന ഒരു ശസ്ത്രക്രിയയാണ്. ശസ്ത്രക്രിയ നടന്നിപ്പോൾ കുറേ കാലം ആകുമ്പോഴാണ് ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യ സമയത്ത് ഈ ശസ്ത്രക്രിയ നടന്ന സമയത്ത് ഇവർക്ക് ശരീരത്തിൻ്റെ ഞരമ്പുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല, മരുന്ന് ഇഞ്ചെക്ട് ചെയ്യാനും മറ്റുമായി. ആ സമയത്താണ് ഈ പറയുന്ന ഒരു ഗൈഡ് ഇടുന്നത്. ആ ഗൈഡ് ഇട്ട് ഇവർക്ക് മരുന്നും അതോടൊപ്പം തന്നെ രക്തവും എല്ലാം ശരീരത്തിലേക്ക് കയറ്റാനാണ് ഈ ഗൈഡ് ഇടുന്നത്. പക്ഷേ അതിനുശേഷം അങ്ങനെ ഒരു ശസ്ത്രക്രിയ നടന്നു. ഇവരുടെ ആരോഗ്യം കുറച്ച് വഷളായി. അങ്ങനെ 7 ദിവസം ഇവർ ICUവിൽ കിടന്ന ശേഷമാണ് ചികിത്സ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞത്. പിന്നീട് ഇവർക്ക് ഈ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടതിനെ തുടർന്നാണ് വീണ്ടും അവരുടെ സമീപത്തുള്ള കാട്ടാക്കടയിൽ ഒരു ആശുപത്രിയിലേക്ക് ഈ പറയുന്ന സുമയ്യ എത്തുന്നത്. വെറും 26 വയസ്സാണുള്ളത്. അന്ന് ആശുപത്രിയിൽ എത്തുന്ന സമയത്താണ് ഇങ്ങനെയൊരു ഗൈഡ് ശരീരത്തിൽ, ഗൈഡ് എന്നാണ് ഉപകരണത്തിന് പേര് പറയുന്നത്, അങ്ങനെ നെഞ്ചിൽ നിന്ന് തുടങ്ങി ഏകദേശം വയറിൻ്റെ താഴ്ഭാഗം വരെ എത്തുന്ന തരത്തിലാണ് ആ ഗൈഡ് ഇങ്ങനെ കിടക്കുന്നത്. നമുക്ക് ആ സ്കാനിങ് എക്സ്റേയുടെ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ അത് പറയുകയും ചെയ്യുന്നുണ്ട്, അത് കാണുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. പിന്നീട് ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ഇത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എടുത്തു തരാമെന്നൊക്കെ ഈ ഡോക്ടർ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ആ ഡോക്ടറുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ഡോക്ടർ കൈയൊഴിഞ്ഞ അവസ്ഥയാണ് എന്ന് സുമയ്യ തന്നെ പറഞ്ഞു വെക്കുന്നു. എങ്ങനെ ഒരു പ്രശ്നപരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇനിയിപ്പോൾ സംഭവിച്ചു. ഇനിയിപ്പോൾ ശസ്ത്രക്രിയ ചെയ്ത് ഇതെടുത്ത് മാറ്റി ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനിയിപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അത് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഡോക്ടർമാർക്ക് 2 അഭിപ്രായമുണ്ട്. ഇനി ശസ്ത്രക്രിയ ചെയ്താൽ ഇത് ഈ പറയുന്ന ഗൈഡ് ശരീരത്തിനോട് ചേർന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ഇനിയും ഒരു ശസ്ത്രക്രിയ നടത്തി അത് എടുത്താൽ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക അവർ പങ്കുവയ്ക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഡോക്ടർ സമ്മതിക്കുന്ന ഒരു ശബ്ദ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. രോഗിയുടെ ബന്ധുവുമായുള്ള സംഭാഷണം.
അതിൽ കൃത്യമായി പറയുന്നുണ്ട് തനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയുമ്പോൾ പോലും തൻ്റെ യൂണിറ്റിൽ നടന്ന ശസ്ത്രക്രിയ എന്ന് പറയുന്നു ഈ ഡോക്ടർ രാജീവ് കുമാറിനാണ് ഉത്തരവാദിത്തമെന്നാണ്. കൃത്യമായിട്ട് ഒരു ഉത്തരവാദിത്തം എന്തായാലും അദ്ദേഹം പറയുന്നുണ്ട്, ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കും? ഒന്നില്ലേ അത് ചെയ്ത ഡോക്ടർ, അതുമായി ബന്ധപ്പെട്ട ആശുപത്രി അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായി ഉത്തരം പറയേണ്ടതാണ്. നമുക്ക് നേരത്തെ അറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ നടന്ന സംഭവങ്ങൾ എത്രത്തോളം സമരങ്ങൾ ചെയ്യേണ്ടി വന്നു, എന്നിട്ടും അവർക്ക് എന്തെങ്കിലും നീതി കിട്ടിയോ എന്നൊക്കെ ഇപ്പോഴും ചോദ്യചിഹ്നമായി കിടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ കുടുംബം അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകാനാണോ അവരുടെ തീരുമാനം? ഇതിൽ തനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ ചികിത്സയ്ക്ക് എത്തിയപ്പോൾ ഇവരെ കൺസൾട്ട് ചെയ്ത ഡോക്ടറുടെ പേര് ഡോക്ടർ രാജീവ് കുമാർ എന്നാണ്. ശസ്ത്രക്രിയ നടത്താൻ മേൽനോട്ടം വഹിച്ച ഡോക്ടറുടെ പേര് ഡോക്ടർ രാജീവ് കുമാർ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അദ്ദേഹത്തിനൊപ്പം ചിലപ്പോൾ മറ്റു കൂടെയുള്ള PG ഡോക്ടർമാരും മറ്റുമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടയാൾ ഈ ഡോക്ടർ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അല്ലെങ്കിൽ അതിനുള്ള കൃത്യമായ വിശദീകരണം ഡോക്ടർ നൽകേണ്ടതുണ്ട്. അത് ഇതുവരെയും നൽകിയിട്ടില്ല. DMOയ്ക്ക് മുൻപാകെ ഒരു പരാതി എത്തിയിട്ടുണ്ട്. ആ പരാതിയിൽ കർശന നടപടി ഉണ്ടാകണം, ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. കുടുംബം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇന്ന് 11 മണിക്ക് ഒരു പ്രതിഷേധ പരിപാടി DMO ഓഫീസിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് അയ്യങ്കാളി ദിനമായതിനാൽ ഇന്ന് ഓഫീസുകൾ അവധിയാണ്. അതിനാൽ ഇന്നത്തെ പ്രതിഷേധം നാളത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റ് യുവജന സംഘടനകളും ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടിയന്തരമായ നടപടി ഉണ്ടായില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധം എന്നുള്ളത് തന്നെയാണ് കുടുംബം ഇപ്പോഴും വ്യക്തമാക്കുന്നത്. ദിവിഷ്, ശരി. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ കുടുംബം വലിയ ആശങ്കയിലാണ്. 26 വയസ്സ് മാത്രം പ്രായമുള്ളൊരു യുവതിയാണ്. ഇങ്ങനെയൊരു വസ്തു ശരീരത്തിനുള്ളിൽ ഉണ്ടാവുക, അത് ഏറെ കാലമായി ശരീരത്തിൽ കിടക്കുന്നു, ശരീരത്തോട് പറ്റിപ്പിടിച്ചു. അത് നീക്കം ചെയ്താൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ, അത് കൊണ്ടു നടക്കുന്നതിൽ ആരോഗ്യ പ്രശ്നമുണ്ടോ, ഇക്കാര്യത്തിലൊക്കെ വിദഗ്ധരായ ഡോക്ടർമാർ ഇക്കാര്യത്തിൽ കൃത്യമായി മറുപടി പറയേണ്ടതാണ്. ആ കുടുംബത്തിൻ്റെ ആശങ്ക അകറ്റേണ്ടതാണ്. ആരോഗ്യവകുപ്പിൻ്റെ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ അതിവേഗത്തിൽ ഉണ്ടാകേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വീണ്ടും അവർ ആലോചിക്കുക, നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ ഒന്നും പഠിക്കാത്ത ആളുകൾക്ക് ഇതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. അതിപ്പോൾ പ്രശ്നമാണോ അല്ലയോ എന്ന് കൃത്യമായി ആ ഡോക്ടർമാരെങ്കിലും കൃത്യമായി പറയേണ്ടതാണ്. പക്ഷേ പിഴവ് പറ്റിയതാണ് എന്ന് ആ ഡോക്ടറുടെ വാക്കുകളിൽ ഉറപ്പാണ്. പക്ഷേ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എൻ്റെ യൂണിറ്റിലാണ് ഞാനല്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണെന്നറിയില്ല. എന്തായാലും ആരോഗ്യവകുപ്പിന് കൂടി ആ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. എന്തായാലും പ്രതികരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.